കർണാടക ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരണം വരുന്നുണ്ട്. പോലീസ് ഇക്കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചു. രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായ പ്രദേശത്ത് ഇടവിട്ട് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തിരച്ചിൽ രാത്രി 11 മണിവരെ തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. അതേസമയം ഡ്രോൺ ഉപയോഗിച്ച് നാളെ പരിശോധന തുടരും എന്നും അറിയിച്ചിട്ടുണ്ട്. വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കനത്ത മഴയും കാറ്റും തന്നെയാണ്. അതുകാരണം നദിയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ അടിയൊഴുക്ക് രൂപപ്പെടുകയും ചെയ്തു. തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ്. അരുൺ കൊടുങ്ങൂറിലേക്ക് പോകുന്നു. അരുൺ, 9 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നാണ് ട്രക്ക് നദിക്കടിയിലുണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അങ്ങേയറ്റം പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ തിരച്ചിൽ അല്പം മന്ദഗതിയിലും ആയിട്ടുണ്ട്. നാളെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തും. നാളെ എന്തായാലും ട്രക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് സ്ഥലം MLAയും പറയുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ട് പോകുന്നത്. വീട്ടുകാർ അങ്ങേയറ്റം ദുഃഖാർത്തർ തന്നെയാണ്. അവരുടെ പ്രതികരണങ്ങളൊന്നും ലഭിക്കുന്നില്ല. വലിയ തുടക്കത്തിലെ പ്രതീക്ഷയിലായിരുന്ന അവർക്ക് അതെല്ലാം അസ്തമിച്ചു. വലിയ നിരാശയിലും ദുഃഖത്തിലേക്കും പോയിരിക്കുകയാണ്. ഇനി അവർ ആകെ പ്രതീക്ഷിക്കുന്നത് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നാണ്. എന്തായാലും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ദൗത്യ സംഘം, സ്ഥലം MLA ഒക്കെ പറയുന്നത് നാളെ എന്തായാലും ട്രക്ക് വീണ്ടെടുക്കാൻ സാധിക്കും, അതിൽ നിന്ന് അർജുനെ പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ശുഭപ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഒരു പകൽ, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയം, അത് തന്നെയാണ് ഈ 9 ദിവസം നീണ്ടു നിന്ന, അല്ലെങ്കിൽ ആ 9 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണിക്കൂറുകളായി കടന്നു പോകുന്നത്. പക്ഷെ അവിടെ ഏറ്റവും വെല്ലുവിളിയായിരുന്നത് അതിശക്തമായ മഴയും കാറ്റുമാണ്. 2 തവണയാണ് ഇവിടെ അതിശക്തമായ മഴ പെയ്തത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള മഴ. അതോടൊപ്പം തന്നെ ഈ ഗംഗാവലി പുഴ അതിശക്തമായി ഒഴുകുന്നു. അടിത്തട്ടിൽ മാത്രമായിരുന്നു ആദ്യത്തെ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുത്തൊഴുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ് പുഴ ഇപ്പോൾ. അവിടെ ഈ രക്ഷാപ്രവർത്തനം ദൗത്യം സംഘത്തിന് വലിയ പ്രതിസന്ധിയായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ ലോറി കൃത്യമായി ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോറി തലകീഴായി മറിഞ്ഞ് കിടക്കുകയാണ് ചെയ്തത്. പ്ലാറ്റ്ഫോം ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്താനുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത സമയത്താണ് ഈ അതിശക്തമായ മഴ പെയ്തത്. എന്തായാലും ഇന്ന് തിരച്ചിൽ 11 മണി വരെ നടത്തുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഇപ്പോൾ താൽക്കാലിക തിരച്ചിൽ നിർത്തി എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയൊരു പ്രതിസന്ധി സന്ധ്യയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഇരുട്ട് വീണാൽ പിന്നെ ഇവിടെ തിരച്ചിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങളിലടക്കം മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ജീവന് ഭീഷണിയാണ് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. ഒരു മലയൊന്നാകെയാണ് ഇങ്ങനെ ഇടിഞ്ഞ് പുഴയിലേക്ക് കിടക്കുന്നത്. ഇതിന് കീഴിലാണ് 15 മീറ്റർ താഴെ ഇത്തരത്തിൽ ഈ ലോറി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ടെത്തിയത്. ഇവിടം കേന്ദ്രീകരിച്ച് മാത്രമുള്ള ഒരു പരിശോധന, ഇതിനു മുകളിലുള്ള മണ്ണുകൾ മാറ്റിയുള്ള ഒരു പരിശോധന ഇവിടെ കൃത്യമായി നടത്തിയിരുന്നു. അതിനുശേഷം ഈ ലോറി ലോക്ക് ചെയ്തിടാനുള്ള ഒരു ശ്രമത്തിലേക്കൊക്കെ തന്നെ നേവി ഭാഗത്തു നിന്നും പോയിരുന്നു. പക്ഷെ അത് ഫലം കണ്ടിരുന്നില്ല. അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റുമായിരുന്നു ഇതിനൊക്കെ തന്നെ പ്രതിസന്ധി തീർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാത്രി വൈകിയും, അതായത് 11 മണി വരെയും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ട ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കാർവാർ MLAയും കാർവാർ SPയും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം അസാധ്യമാകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തിരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് പ്രധാന പ്രതിസന്ധിയായി പറയുന്നത് നദിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ ഈ ഒരു 2 അതിശക്തമായ മഴ പെയ്തിരുന്നില്ല എങ്കിൽ അർജുനെ ഇന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു, അർജുന്റെ ലോറി ഇന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ വിവിധ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും അതിനൊപ്പം തന്നെ ആശ്വാസകരമായ ഒരു തിരച്ചിലുകളുടെ
ഏകോപനമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങേയറ്റം പ്രതികൂല കാലാവസ്ഥയാണ് ഷിരൂരിൽ എങ്ങും. നാളെയോടുകൂടി ട്രക്ക് പുറത്തെത്തിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.